ഹല്ലേലൂയ. ശിഷ്യന്മാർ സന്തോഷവും പരിശുദ്ധാത്മാവും നിറഞ്ഞവരായി തീർന്നു. എപ്പോഴാണെന്നറിയാമോ? അപ്പോസ്തല പ്രവൃത്തി 13-ാം അധ്യായത്തിൻ്റെ 52-ാം വാക്യമാണ്. ശിഷ്യന്മാർ ദൈവത്തിൻ്റെ സുവിശേഷത്തെ അറിയിക്കുവാൻ തുടങ്ങിയപ്പോൾ, സമൂഹം അവർക്ക് എഗെയിൻസ്റ്റ് ആയപ്പോൾ, അവർ സന്തോഷവും പരിശുദ്ധാത്മാവും നിറഞ്ഞവരായി തീർന്നു. നമ്മളിൽ ഓരോരുത്തരും കർത്താവിൻ്റെ സുവിശേഷത്തെ അറിയിക്കും തോറും, കർത്താവിൻ്റെ ക്രൂശ് ചുമക്കും തോറും നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്ത് നോക്കുക. നമുക്ക് സന്തോഷവും പരിശുദ്ധാത്മാവും നിറഞ്ഞവരുമായിരിക്കുന്നുവോ? നമ്മളിൽ ശൂന്യത അനുഭവിക്കുന്നുവെങ്കിൽ നമ്മൾ യഥാർത്ഥമായി നമ്മളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി അറിയിക്കുന്ന ഒരു സുവിശേഷമായി മാറുന്നു. എന്നാൽ യഥാർത്ഥമായ ക്രിസ്തുവിൻ്റെ സുവിശേഷത്തെ അവനിൽ ആശ്രയിച്ചുകൊണ്ട് നാം ചെയ്യുമ്പോൾ നാം സന്തോഷമുള്ളവരും പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവരുമായി മാറുന്നു. നമ്മളിൽ എത്ര പേർ നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്യാം. ഇന്ന് പകൽക്കാലത്ത് ഞാൻ ഈ അപ്പോസ്തല പ്രവൃത്തി 13-ാം അധ്യായം വായിക്കുമ്പോൾ 9-ാം വാക്യത്തിലെത്തിയപ്പോൾ എന്നെ വളരെ ടച്ച് ചെയ്തു. ഇപ്രകാരം പറയുന്നു: അപ്പോൾ പൗലോസ് എന്നു പേരുള്ള ശൗൽ പരിശുദ്ധാത്മപൂർണനായി അവനെ ഉറ്റുനോക്കി. നമ്മളിൽ പലരും സുവിശേഷം അറിയിക്കുമ്പോൾ, ദൈവത്തിൻ്റെ വചനത്തെ സ്പഷ്ടമായി മറ്റുള്ളവരോട് പറയുമ്പോൾ മറ്റുള്ളവർ നമ്മളെ കളിയാക്കുവാനിടയാകുന്നുണ്ട്. ഇന്ന് രാവിലെ ഞാൻ കേട്ട ഒരു കാര്യമാണ്. എൻ്റെ കുടുംബത്തിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ എൻ്റെ സഹോദരി ആദ്യമായിട്ട് അവൾ ഹല്ലേലൂയ വചനം വായിക്കുവാൻ, ദാനിയേലിൻ്റെ പുസ്തകം വായിക്കാൻ തുടങ്ങിയപ്പോൾ എൻ്റെ അടുത്ത റിലേഷൻ പറയുകയാണ്, നിനക്ക് അനുഗ്രഹം കയറിയോ എന്ന്. ഹല്ലേലൂയ. ഇതുപോലെ തന്നെ എൻ്റെ സഹോദരനും കസിൻ ബ്രദറും പണ്ട് ചോദിച്ചിട്ടുണ്ട് ആദ്യമായി, നിനക്ക് അനുഗ്രഹം കയറിയോ എന്ന്. ദൈവമക്കളെ, പരിശുദ്ധാത്മാവിൻ്റെ നിറവും ദൈവിക സന്തോഷവും നമ്മളിൽ വ്യാപരിക്കുമ്പോൾ അത് മറ്റുള്ളവർക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നതല്ല. അപ്പോൾ നിന്നെ വിളിച്ച തിരഞ്ഞെടുപ്പിനനുസരിച്ച് നീ മുന്നോട്ട് യാത്ര ചെയ്യുകയെങ്കിൽ ദൈവത്തിൻ്റെ ഇഷ്ടം നിന്നിലൂടെ ദൈവത്തിന് ചെയ്യുവാൻ സാധിക്കും. നെവർ ഗിവ് അപ്പ്. ഇന്ന് എന്നോടുകൂടെ അല്പസമയം നിങ്ങൾ ഈ മെസ്സേജ് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ആഴത്തിൽ സുവിശേഷം അറിയിക്കുവാനും, സുവിശേഷം അറിയിക്കുമ്പോൾ നിങ്ങൾക്കെതിരായി വരുന്ന ചില അമ്പുകളെയൊക്കെയും തടുക്കുവാനുമുള്ള ആത്മബലവും ശക്തിയും നിങ്ങളുടെ മേൽ പ്രാപിക്കും. 13-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അവർ കർത്താവിനെ ആരാധിച്ചും ഉപവസിച്ചും കൊണ്ടിരിക്കുമ്പോൾ, ഞാൻ ബർന്നബാസിനെയും ശൗലിനെയും വിളിച്ചിരിക്കുന്ന വേലയ്ക്കായിട്ട് അവരെ എനിക്ക് വേർതിരിപ്പിൻ എന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു. അങ്ങനെ അവർ ഉപവസിച്ചു പ്രാർത്ഥിച്ച് അവരുടെ മേൽ കൈവച്ച് അവരെ പറഞ്ഞയച്ചു. ഇവർ ശിഷ്യന്മാർ കൂടിയിരുന്നപ്പോൾ കർത്താവ് അവരോട് പറയുകയാണ്, പരിശുദ്ധാത്മാവ് പറയുകയാണ്, ശൗലിനെയും ബർന്നബാസിനെയും ദൈവത്തിൻ്റെ വേലയ്ക്കായിട്ട് വിളിച്ച് വേർതിരിക്കുന്നത്. അവരെ അനുഗ്രഹിച്ചയച്ചു. പരിശുദ്ധാത്മാവ് അവരെ പറഞ്ഞയച്ചിട്ട് അവർ സെലൂക്കയിലേക്ക് ചെന്നു. അവിടെ നിന്ന് കപ്പൽ കയറി കുപ്രസ് ദ്വീപിലേക്ക് പോയി. ദേഹിക്കെ, പരിശുദ്ധാത്മാവാണ് അവരെ പറഞ്ഞയക്കുന്നത്. നമ്മൾ മാനുഷികമായ ഒരു സങ്കല്പത്തിലൂടെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മറ്റുള്ളവരെ പ്രബോധിപ്പിക്കാനോ സന്തോഷിപ്പിക്കാനായിട്ട് നമ്മൾ ഗോസ്പലുമായി പോകുന്നെങ്കിൽ നമ്മൾ തളർന്നു പോകും. ഇന്ന് സഹോദരിമാരെല്ലാം ബലപ്പെടണം, സഹോദരന്മാർ ബലപ്പെടണം. ഒരു പുതിയ ശുശ്രൂഷയുടെ ഘട്ടത്തിലേക്ക് ഇന്നുവരെ നമ്മൾ ഗോസ്പൽ പറഞ്ഞല്ലോ, വലിയ ബലത്തോടും ശക്തിയോടും കൂടെ. ഞാൻ ഒരിക്കലും അവരെന്നെ റിജക്റ്റ് ചെയ്താലും ഞാൻ റിജക്റ്റ് ആവുകയില്ല. അവരെന്നെ വേദനിപ്പിച്ചാലും അവരെന്നെ ആക്സെപ്റ്റ് ചെയ്താലും ചെയ്തില്ലെങ്കിലും ഞാൻ ക്രിസ്തുവിൻ്റെ സൗരഭ്യവാസനയായി രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും നശിച്ചു പോകുന്നവരുടെ ഇടയിലും ഞാൻ സൗരഭ്യവാസനയാകുമെന്നൊന്ന് ഉറച്ചു പറഞ്ഞാട്ടെ, തലയിൽ കൈവച്ച് പറഞ്ഞാട്ടെ, യെസ്, ഐ ആം ഇൻ ക്രൈസ്റ്റ്, ഐ ആം ഇൻ ക്രൈസ്റ്റ്, ഐ ആം ഇൻ ക്രൈസ്റ്റ്. ഞാൻ ഒരിക്കലും ഇളകാത്ത രാജ്യം പോലെ നിൽക്കും. ആമേൻ. എന്നെ അല്ല അവർ തൊടുന്നത്, കർത്താവിൻ്റെ കൺമണിയാണ്. അങ്ങനെ 3-ാം വാക്യത്തിൽ പറയുന്നു, 5-ാം വാക്യത്തിൽ പറയുന്നു, സലമീസിൽ ചെന്നു യഹൂദന്മാരുടെ പള്ളിയിൽ ദൈവവചനം അറിയിച്ചു. യോഹന്നാൻ അവർക്ക് ഭൃത്യനായിട്ടുണ്ടായിരുന്നു. അങ്ങനെ 7-ാമത്തെ വാക്യം, അവൻ ബുദ്ധിമാനായ സെർഗ്യോസ് പൗലോസ് എന്ന ശതാധിപനോട് കൂടെ ആയിരുന്നു. അവർ ബർന്നബാസിനെയും ശൗലിനെയും വരുത്തി ദൈവവചനം കേൾപ്പാൻ ആഗ്രഹിച്ചു. ഇന്ന് നമ്മൾ ആഗ്രഹിക്കേണ്ടത്, നമ്മളെ മറ്റുള്ളവർ വിളിച്ച് ഈ അന്ത്യകാലത്തിൽ ദൈവവചനം കേൾക്കുവാൻ ഒരു സാവകാശം ഉണ്ടാക്കണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനം കേൾപ്പാൻ അവർ ആഗ്രഹിച്ചു. അപ്പത്തിന് വേണ്ടിയിട്ടുള്ള ദാഹമല്ല, വചനത്തിന് വേണ്ടിയിട്ടുള്ള ദാഹമാണ് ഈ ലോകത്തിൽ ഇപ്പോൾ ആയിരിക്കുന്നത്. സഹോദരിമാർ എഴുന്നേൽക്കേണ്ട സമയമായി. എന്നാൽ എലീമാസ് എന്ന വിദ്വാൻ, ഇതാകുന്നു അവൻ്റെ പേരിൻ്റെ അർത്ഥം, അവരോട് എതിർത്തു നിന്നു. എലീമാസ് അവരോട് എതിർത്തു നിന്നു. ദേശാധിപതിയുടെ വിശ്വാസം തടുത്തുകളയുവാൻ ശ്രമിച്ചു. അപ്പോൾ പൗലോസ് എന്നു പേരുള്ള ശൗൽ പരിശുദ്ധാത്മപൂർണനായി അവനെ ഉറ്റുനോക്കി. സ്തോത്രം.
ഹേ സകല കപടവും ധൂർത്തും നിറഞ്ഞവനെ, പിശാചിൻ്റെ മകനെ, സർവ്വനീതിയുടെയും ശത്രുവേ, കർത്താവിനെ നേർവഴികളെ മറച്ചു കളയുന്നത് നീ ഇല്ലയോ? അപ്പോൾ കർത്താവിൻ്റെ കൈ നിൻ്റെ മേൽ വീഴും. നീ ഒരു സമയത്തേക്ക് സൂര്യനെ കാണാതെ കുരുടനായിരിക്കുമെന്ന് പറഞ്ഞു. ഉടനെ ഒരു തിമിരവും ഇരുട്ടും അവൻ്റെ മേൽ വീണു. കൈ പിടിച്ചു നടത്തുന്നവനെ തിരിഞ്ഞുകൊണ്ട് അവൻ തപ്പി നടന്നു. ഈ ഉണ്ടായത് ദേശാധിപതി കണ്ടിട്ട് കർത്താവിൻ്റെ ഉപദേശത്തിൽ വിശ്വസിച്ചു. ഹല്ലേലൂയ. മർക്കോസ് വിശേഷം 16 പറയുന്നു, ദൈവം അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തത് വചനത്തെ ഉറപ്പിക്കുവാനാണ്. നോക്കിക്കേ, ദൈവത്തിൻ്റെ പ്രവൃത്തി ഉണ്ടായപ്പോൾ അവർ ദൈവത്തിലേക്ക് വിശ്വസിക്കുവാനിടയായെന്നാണ്. ഹല്ലേലൂയ. എന്താണ് പറഞ്ഞത്? ഈ ഉണ്ടായത് കണ്ടിട്ട് കർത്താവിൻ്റെ ഉപദേശത്തിൽ വിശ്വസിച്ചു. റാണി സിസ്റ്റർ ഇത് തന്നെയാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. ഒരു ഗോസ്പലുമായി ഒരു മൈറ്റി മിനിസ്ട്രി നടക്കുമ്പോൾ, ഒരു വിടുതൽ നടക്കുമ്പോൾ റാണി സിസ്റ്ററിനെ നോക്കാനോ പറയുന്ന വ്യക്തികളെ നോക്കുവാനോ സഭാ ശുശ്രൂഷകനെ നോക്കുവാനോ അല്ല കർത്താവ് പറയുന്നത്. അവരുടെ യഥാർത്ഥമായ ശുശ്രൂഷ വെളിപ്പെട്ടപ്പോൾ അവർ കർത്താവിൻ്റെ ഉപദേശത്തിൽ വിശ്വസിച്ചു എന്ന്. ഹല്ലേലൂയ. അല്ലാതെ റാണി സിസ്റ്ററിൽ വിശ്വസിച്ചു എന്നല്ല. നമ്മുടെയൊക്കെയും ചിന്തകൾ ഉയരത്തിലേക്കാകട്ടെ. ഇതാകുന്നു നമ്മുടെ ചില പ്രശ്നങ്ങൾ. നമ്മൾ ഓരോരുത്തരും നമ്മളെ തന്നെ സമർപ്പിക്കാൻ. കർത്താവേ, പരിശുദ്ധാത്മപൂർണനായി പൗലോസ് ഉറ്റുനോക്കിയതുപോലെ മറ്റുള്ളവർ ഇതുപോലെ തന്നെ പട്ടണത്തിൽ ബിംബങ്ങളെയൊക്കെ കണ്ടിട്ട് പൗലോസിൻ്റെ ഉള്ളത്തിൽ തീ കത്തിയെന്നാണ്. ഹല്ലേലൂയ. ചൂട് പിടിച്ചു. സ്തോത്രം. നമ്മളുടെ ഉള്ളത്തിൽ നമ്മുടെ ഭവനങ്ങളിലൊക്കെയും നമ്മൾ വിശുദ്ധത്തോടുകൂടി ജ്ഞാനത്തോടുകൂടി പരിശുദ്ധാത്മാവ് നമ്മളെ ഗൈഡ് ചെയ്യുന്നതിനായി നമ്മളെ തന്നെ വിട്ടുകൊടുക്കുക. അങ്ങനെ താഴോട്ടുള്ള കാര്യങ്ങളിൽ പഴയ നിയമത്തിലെ കാര്യങ്ങൾ മുഴുവനും മോശയുടെ ന്യായപ്രമാണത്താൽ നിങ്ങൾക്ക് നീതീകരണം വരുവാൻ കഴിയാത്ത സകലത്തിൽ നിന്നും വിശ്വസിക്കുന്ന ഏവനും ഇവനാൽ നീതീകരിക്കപ്പെടുന്നു എന്നും നിങ്ങൾ അറിഞ്ഞുകൊള്ളുവിൻ. ആകയാൽ ഹേ നിന്ദക്കാരെ നോക്കുവിൻ, ആശ്ചര്യപ്പെട്ട് നശിച്ചു പോകുവിൻ. നിങ്ങളുടെ കാലത്ത് ഞാനൊരു പ്രവൃത്തി ചെയ്യുന്നു, നിങ്ങളോട് വിവരിച്ചാൽ നിങ്ങൾ വിശ്വസിക്കാത്ത പ്രവൃത്തി തന്നെ. ഇത് ഭയങ്കര അമേസിംഗ് ആണ് കേട്ടോ. ഇത് വിശ്വസിക്കും തോറുമാണ് വ്യാപരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്നവരുടെ ഭവനത്തിലായിരിക്കും പുറത്തു നിന്നായിരിക്കും ഭയങ്കര കുത്തുവരും. നമ്മൾ പ്രതീക്ഷിക്കാത്ത ഇറിറ്റേഷനൊക്കെ വരും. നമ്മൾ ആഗ്രഹിച്ചിരുന്നത് അല്ലെങ്കിൽ നടക്കാതൊക്കെ പോകും. ഭയങ്കര റിജക്ഷനും ഭയങ്കര അന്ന് വരെ നമ്മുടെ കൂടെ നടന്നവരൊക്കെ മാറി നിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. വാഗ്ദത്തം ചെയ്തവർ മാറി നിൽക്കുന്നതാണ്. പക്ഷേ നെവർ ഗീവ് അപ്പ്. ഹല്ലേലൂയ. ഓറാ ബാലവശംദ്രേ. ഹല്ലേലൂയ. അവർ പള്ളി വിട്ടു പോകുമ്പോൾ പിറ്റേ ശബത്തിൽ 42 വാക്യം, ഈ വചനം തങ്ങളോട് പറയണമെന്ന് അവർ അപേക്ഷിച്ചു. പള്ളി പിരിഞ്ഞ ശേഷം യഹൂദന്മാരിലും ഭക്തിയുള്ള യഹൂദ മനസാരികളിലും പലർ പൗലോസിനെയും ബർന്നബാസിനെയും അനുഗമിച്ചു. അവർ അവനോട് സംസാരിച്ചു, ദൈവകൃപയിൽ നിൽക്കേണ്ടതിന് അവരെ ഉത്സാഹിപ്പിച്ചു. ഹല്ലേലൂയ. പൗലോസ് എൻ്റെ പുറകെ വാ, എന്നെ നോക്കെന്നല്ല പറഞ്ഞത്. അവനോട് ദൈവത്തിൻ്റെ കൃപയിൽ നിൽക്കേണ്ടതിന് അവരെ ഉത്സാഹിപ്പിച്ചു എന്നാണ്. ഇങ്ങനെയുള്ള ശുശ്രൂഷകൾ ഈ ദിവസങ്ങളിൽ വെളിപ്പെട്ടു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. 44 വാക്യം മുതൽ വായിക്കുന്നു, പിറ്റേ ശബത്തിൽ ഏകദേശം പട്ടണം മുഴുവനും ദൈവവചനം കേൾപ്പാൻ വന്നുകൂടി. ഹല്ലേലൂയ. യഹൂദന്മാരോ പുരുഷാരത്തെ കണ്ട് അസൂയ നിറഞ്ഞവരായി ദുഷിച്ചുകൊണ്ട് പൗലോസ് സംസാരിക്കുന്നതിന് എതിർ പറഞ്ഞു. നോക്കിക്കേ, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞാൻ ഈ ബാംഗ്ലൂർ പട്ടണത്തിൽ അനുഭവിച്ചതാണ്. നമ്മൾ വിശ്വാസത്തിൽ ഉറച്ചു നിന്നവരോട് കർത്താവിനെക്കുറിച്ച് പറയുമ്പോൾ ഈ യഹൂദന്മാരോ പുരുഷാരത്തെ കണ്ട് അസൂയ നിറഞ്ഞവരായി ദുഷിച്ചു നിന്നു. അപ്പോൾ ഈ അസൂയയുടെ സ്പിരിറ്റിനെ ആദ്യം ശാസിക്കുക. സ്തോത്രം. വി ബ്രേക്ക് എവറി ജലസ് സ്പിരിറ്റ് ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. എടുത്തു ചാടി നിങ്ങളൊന്നും ചെയ്യരുത്. പരിശുദ്ധാത്മാവിൽ നിങ്ങൾ വിധേയപ്പെടണം. അപ്പോൾ പൗലോസും ബർന്നബാസും ധൈര്യം പൂണ്ടു. ദൈവവചനം ആദ്യം നിങ്ങളോട് പറയുന്നത് ആവശ്യമായിരുന്നു, എന്നാൽ നിങ്ങളതിനെ നിങ്ങളതിനെ തള്ളി നിങ്ങളെ തന്നെ നിത്യജീവൻ അയോഗ്യർ എന്ന് വിധിച്ചു കളയുന്നതിനാൽ ഇതാ ഞങ്ങൾ ജാതികളിലേക്ക് തിരിയുന്നു. നീ ഭൂമിയുടെ അറ്റത്തോളവും രക്ഷയാകേണ്ടതിന് ഹല്ലേലൂയ ഞാൻ നിന്നെ ജാതികളുടെ വെളിച്ചമാക്കി വെച്ചിരിക്കുന്നു. പൗലോസിനെ കുറിച്ചാണ്. എന്ന് കർത്താവ് ഞങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ജാതികൾ ഇത് കേട്ട് സന്തോഷിച്ചു, ദൈവവചനത്തെ മഹത്വപ്പെടുത്തി. നിത്യജീവനായി നിയമിക്കപ്പെട്ടവരെല്ലാവരും വിശ്വസിച്ചു. ഹല്ലേലൂയ. ദിവസങ്ങളിൽ
നിത്യജീവനായി നിയമിക്കപ്പെട്ട സകല ജനത്തിലേക്കും എന്നെ അയക്കണമേ കർത്താവേ എന്ന് എത്ര പേര് പ്രാർത്ഥിക്കുന്നു? ആമേ, ഇപ്പോൾ തന്നെ പ്രാർത്ഥിച്ചാട്ടെ. കർത്താവേ, ആ നിത്യജീവനായി നിയമിക്കപ്പെട്ടവരുടെ അടുക്കിലേക്ക് ഞങ്ങളെ അയക്കണമേ. പൗലോസ് പരിശുദ്ധാത്മപൂർണനായിരുന്നതുപോലെ ഞങ്ങളും ആ സമയങ്ങളിൽ പരിശുദ്ധാത്മപൂർണരായി ആമേ വളരെ ബോൾഡോടുകൂടി സംസാരിക്കുവാൻ ഞങ്ങൾക്ക് കൃപ തരണമേ കർത്താവേ എന്ന് പറയുക. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനവുമായി ഞങ്ങൾ പോകുമ്പോൾ ഞങ്ങൾക്കെതിരായി വന്ന ദുഷിപ്പുകളെ ജലസ്പിരിറ്റിനെ ഞങ്ങൾ ശാസിക്കുന്നു എന്ന് പറയുക. ഹല്ലേലൂയ. കർത്താവിൻ്റെ വചനം 49-ാം വാക്യം, ആ നാട്ടിൽ എങ്ങും വ്യാപിച്ചു. യഹൂദന്മാരോ ഭക്തിയുള്ള മാന്യ സ്ത്രീകളെയും പട്ടണത്തിലെ പ്രധാനികളെയും ഇളക്കി പൗലോസിൻ്റെയും ബർന്നബാസിൻ്റെയും നേരെ ഉപദ്രവമുണ്ടാക്കി. പലപ്പോഴും നമ്മളുടെ ജീവിതത്തിൽ എഗെയിൻസ്റ്റായിട്ട് പട്ടണം മുഴുവനും, സഭ മുഴുവനും, വീട് മുഴുവനും ഇറങ്ങുമ്പോൾ നമ്മൾ സ്റ്റില്ലായി പോവുകയാണ്. നെവർ ഗിവ് അപ്പ്. ബിക്കോസ് ആദ്യമേ പറഞ്ഞു പരിശുദ്ധാത്മാവ് അവരെ പറഞ്ഞയച്ചത്. പരിശുദ്ധാത്മാവാണ് അവരെ പറഞ്ഞയച്ചതെങ്കിൽ അവരുടെ ആ അവസാനത്തെ വാക്യത്തിൽ പറയുന്നു, അവർ സന്തോഷവും പരിശുദ്ധാത്മാവും നിറഞ്ഞവരായിത്തീർന്നു. ഹല്ലേലൂയ. ഏത് സൈന്യം ഇറങ്ങിയാലും, ഒരു സൈന്യം പാളയം ഇറങ്ങിയാൽ ദൈവത്തിലെ നീ തളർന്നു പോകുക. നിന്നിൽ വ്യാപരിക്കുന്ന അത്യന്ത ശക്തി അത് കത്തിക്കൊണ്ടേയിരിക്കും. മനുഷ്യർ മാനിക്കേണ്ട, മനുഷ്യർ ജഗതരണ്ട. ഞാൻ ഈ ദിവസങ്ങളിൽ 10 പേരെ കാണുമ്പോൾ 3 പേര് റിജക്റ്റ് ചെയ്യുന്നുണ്ട്. മുഖത്ത് നോക്കിയാണ് റിജക്റ്റ് ചെയ്യുന്നത്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. യഹൂദന്മാരെ, ഹല്ലേലൂയ, യഹൂദന്മാരോ ഭക്തിയുള്ള മാന്യ സ്ത്രീകളെയും യഹൂദന്മാരെ, സ്തോത്രം, കർത്താവിൻ്റെ സ്വന്തം നാട് തന്നെ അവരെ റിജക്റ്റഡ് ചെയ്യുകയാണ്. അവരെ തങ്ങളുടെ അതിരുകളിൽ നിന്ന് പുറത്താക്കി കളഞ്ഞു. എന്നാൽ അവർ തങ്ങളുടെ കാലിലെ പൊടി അവരുടെ നേരെ തട്ടിക്കളഞ്ഞ് ഇക്യോനിയിലേക്ക് പോയി എന്ന്. പ്രൈസ് ദി ലോർഡ്. നമ്മളിൽ എത്ര പേര് ഇപ്രകാരം ചെയ്യുന്നു? നെവർ ഗിവ് അപ്പ്. നിങ്ങളെ റിജക്റ്റ് ചെയ്യുമ്പോൾ, നിങ്ങൾ നിന്ദിക്കപ്പെടുമ്പോൾ, നിങ്ങളുടെ മുഖമൊന്നും വല്ലാതെ താണു പോകുമ്പോൾ, നിങ്ങൾ കുനിയുന്നു തോന്നുമ്പോൾ, നിങ്ങളല്ല കുനിയുന്നത്, കർത്താവിൻ്റെ പ്രിയ മക്കളാണ് നിങ്ങൾ. നിങ്ങളെ തൊടുന്നവനോ നിങ്ങളെയല്ല, കർത്താവിൻ്റെ മക്കളെയാണ് തൊടുന്നത്. ഗലാത്യ ലേഖനത്തിൽ എല്ലാവരും ഗലാത്യ ലേഖനം 2-ാം അധ്യായം എടുത്ത് നെവർ ഗിവ് അപ്പ് ദേ മക്കളെ. ഹല്ലേലൂയ. സുവിശേഷം വളരെ ശക്തമായി ദിവസങ്ങളിൽ സ്പ്രെഡ് ആകേണ്ടതുണ്ട്. നിങ്ങൾ കുനിഞ്ഞിരിക്കേണ്ടവരല്ല. പലരെയും ഞാൻ ഇന്ന് പോയപ്പോൾ ഒരു ആൻറ്റി പറഞ്ഞത്, ഞാനിപ്പോൾ ഇതെല്ലാം നിർത്തി, ഞാൻ കുറേ ഓടി, ഇനി മതി, ഇനി ഞാൻ പിള്ളേരെ നോക്കിക്കൊണ്ടിരിക്കുകയാണെന്ന്. അത് കർത്താവിൽ നിന്നുള്ളതല്ല. അത് നമ്മുടെ കുഞ്ഞുങ്ങളെക്കുറിച്ച് കൂടുതൽ ലോകത്തിലുള്ളതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, ലോകത്തിലുള്ള ചിലതൊക്കെ വരുമ്പോൾ നമ്മൾ അങ്ങനെ ആയിപ്പോകും. നെവർ ഗീവ് അപ്പ്. ഹല്ലേലൂയ. ഗലാത്യ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യത്തിൽ പറയുന്നു, ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നു. ഇപ്പോൾ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നതോ എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രങ്കിലേക്കുള്ള വിശ്വാസത്താൽ അത്രേ ജീവിക്കുന്നത്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നെവർ ഗിവ് അപ്പ് മക്കളെ. വളരെ ബോൾഡോടുകൂടി സുവിശേഷം അറിയിക്കുവാൻ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. ഹല്ലേലൂയ. നെവർ ഗിവ് അപ്പ്. ഹൂറമന ശംദിറബാ സിക്കുറിയാന്തബി റേബെഖേന്ദ്രമോ സിക്കുറബഹത്തുലേ ദലാദിനാരമാന മനസ്യാന്തരേ. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. മക്കളെ പ്രാർത്ഥിക്കുവാൻ പഠിപ്പിക്കണമേ, ശക്തീകരിക്കണമേ, ചെറിയൻകിൽ മറയ്ക്കണമേ കർത്താവേ. സുവിശേഷം ശക്തമായി മറ്റുള്ളവരോട് പറയുവാൻ, ജാതികളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ അവർക്ക് നേരിടുന്ന പ്രതികൂലങ്ങളെയൊക്കെ ഈ വചനത്താൽ അവർ സന്തോഷിക്കുവാനിടയാകണം. ഞങ്ങൾ മാത്രമല്ല, പൗലോസ് അപ്പോസ്തലനും ബർന്നബാസും പോയപ്പോഴും സമൂഹം മുഴുവനും അവരെ പുറത്താക്കി കളഞ്ഞുവെങ്കിൽ, ഈ കാലത്തിൽ, കൃപായുഗത്തിൽ, അന്ത്യകാലത്തിൽ ഞങ്ങളെയും റിജക്റ്റ് ചെയ്യുമ്പോൾ ഞങ്ങളതിൽ ഭാരപ്പെടാതെ ഞങ്ങൾ പരിശുദ്ധാത്മപൂർണരായി ക്രിസ്തുവിൽ ആശ്രയിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്തു. നെവർ ഗിവ് അപ്പ്. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, നെവർ ഗിവ് അപ്പ്. ഗോഡ് ഹാസ് എ ഗ്രേറ്റ് പ്ലാൻ അബൌട്ട് യു. ആമേൻ. കർത്താവ് അനുകൂലമെങ്കിൽ പ്രതികൂലമാർ. വചനം വായിക്കുക, പരിശുദ്ധാത്മാവിൽ വിധേയപ്പെടുക, അന്യഭാഷകളിൽ പ്രാർത്ഥിക്കുക. ആമേൻ. ഗോഡ് ബ്ലെസ് യു. ഹാവ് എ ബ്ലെസ്ഡ് ഡേ. ഗോഡ് ബ്ലെസ് യു. പ്രൈസ് ദി ലോർഡ്. ഇതോടൊപ്പം ചില വചനങ്ങൾ നിങ്ങൾക്ക് തരുന്നു. റോമാലേഖനം 3-ാം അധ്യായത്തിൻ്റെ 23-ാം വാക്യം, 1-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യം, ഹെബ്രായ ലേഖനം 9-ാം അധ്യായത്തിൻ്റെ 22-ാം വാക്യം, ഹെബ്രായ ലേഖനം 10-ാം അധ്യായത്തിൻ്റെ 3 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ, റോമാലേഖനം 4-ാം അധ്യായത്തിൻ്റെ 25-ാം വാക്യം, യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യം, 1 കൊരിന്ത്യർ 15-ന്റെ 3 മുതൽ 6 വരെയുള്ള വാക്യം, യോഹന്നാൻ 14-ന്റെ 1 മുതൽ 4 വരെയുള്ള വാക്യം, 1 പത്രോസ് 1-ന്റെ 3 മുതൽ 4 വരെയുള്ള വാക്യം, യോഹന്നാൻ്റെ സുവിശേഷം 19-ാം അധ്യായത്തിൻ്റെ 30-ാം വാക്യം, 1 യോഹന്നാൻ 2-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം.
ആമേ. റോമാലേഖനം 5:10 യോഹന്നാൻ്റെ സുവിശേഷം 1:12 1 യോഹന്നാൻ 3:1 റോമാലേഖനം 8:1 യോഹന്നാൻ്റെ സുവിശേഷം 3:17 വരെയുള്ള വാക്യങ്ങൾ. ഇതൊക്കെ നിങ്ങൾ സുവിശേഷം പറയുമ്പോൾ എന്തിന് സുവിശേഷം പറയണം, എന്താകുന്നു സുവിശേഷമൊക്കെയും നിങ്ങൾക്ക് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി തരും. നെവർ ഗിവ് അപ്പ്. ഗോഡ് ബ്ലെസ് യു. പ്രൈസ് ദി ലോർഡ്.